അങ്ങനെ നാദുല പാസ് കണ്ട സന്തോഷത്തിൽ അവിടെ ആർമിക്കാരുടെ ഒരു സ്റ്റോൾ ഉണ്ട്. അവിടെ നിന്ന് ഒരു ചായയും കുടിച്ചിട്ട് നമ്മ അങ്ങോട്ട് ഇറങ്ങിയിട്ടാ. അങ്ങനെ പോണ വഴിക്ക് ഇതേ ലോകത്തിലെ മൂന്നാമത്തെ ഹയസ്റ്റ് പീക്കായിട്ടുള്ള കാഞ്ചൻജംഗയുടെ വ്യൂവും കണ്ടിട്ടായിരുന്നിട്ട് ആ പോക്ക്. ഒരുപാട് ആഗ്രഹിച്ചാണ് ഇവനൊന്ന് കാണാൻ. അപ്പോൾ ഇന്നത് സാധിച്ച് ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ. അങ്ങനെ കുറച്ചങ്ങടി വന്നപ്പോൾ ഈ ആക്കൂട്ടന്മാർ എത്തിയിട്ടാ. അപ്പോൾ അങ്ങനെ ഇവന്മാർ ലുക്കിന് കട്ടക്ക് കോമ്പറ്റീഷൻ ആട്ടോ ഞാനായിട്ട്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ദേ അങ്ങനെ ഇവന്മാരുടെ കുറേ സ്ഥലങ്ങൾ കണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുക്കാനും യാക്കിൻ്റെ റൈഡൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഇവന്മാരെ കണ്ടിട്ട് യാക്കിന്നൊന്നും വിളിക്കാൻ തോന്നുന്നില്ല, പോത്തൂട്ടന്മാരെന്നാണ് വിളിക്കാൻ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ പോത്തൂട്ടന്മാർക്ക് യാത്ര കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങിയിട്ടാ. കാണാൻ ഭയങ്കര ഭംഗിയിലാണ് ഇവരെ ഒരുക്കി അലങ്കരിച്ച് വെച്ചേക്കുന്നത്. അങ്ങനെ നമ്മൾ സമയം വൈകിയതുകൊണ്ട് തന്നെ അവിടെ നിന്നും പെട്ടെന്ന് ഇറങ്ങിയിട്ടാ. അങ്ങനെ ഇവന്മാരെയൊക്കെ കണ്ട് യാത്ര പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് വിട്ട്. പിന്നെ അങ്ങ് ഒടുക്കത്തെ മഴയായിട്ടാ. പിന്നെ ഡ്രൈവിംഗ് എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതും നമുക്ക് ആലിപ്പഴം വീഴുന്നത് കാണാൻ പറ്റി. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും, ഈ ഗ്ലാസ്സിൽ വീഴുന്നത് മഴത്തുള്ളികളല്ല, ആലിപ്പഴമായിട്ട് തന്നെയാണ് വീഴുന്നത്. പെട്ടെന്നുള്ള മഴ കൊണ്ട് തന്നെ ക്ലൈമറ്റ് അങ്ങ് മാറി. പിന്നെ തണുപ്പ് സഹിക്കാൻ പറ്റാത്ത രീതിയിലായി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അടുത്തുള്ള കടയിൽ കയറി തന്നെ നല്ല ചൂട് ചിക്കൻ കറിയും ചോറും കൂടി കൂട്ടി കഴിച്ച്. നല്ല അടിപൊളി ചോറായിരുന്നു കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. നല്ല ചുട്ട പപ്പടവും ചിക്കനൊക്കെ കൂട്ടി ഒരു പെടപടച്ച്. മഴ പെയ്ത് സീനായി. മുട്ടനാളമാണ്. പിന്നെ എന്നെ അന്വേഷിച്ച് എൻ്റെ കുറച്ച് ഫാൻസ് വന്നിട്ടുണ്ടായി. പിന്നെ അവരുടെ കൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവരെ കുറച്ച് ഹാപ്പിയാക്കി വിട്ട്. അങ്ങനെ നാദുല പാസിൽ നിന്ന് കുറച്ച് നല്ല അടിപൊളി ഫോട്ടോസ് കിട്ടിയിട്ടാ. ഒരുപാട് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ്. വരുന്ന വഴിയിൽ നല്ല അടിപൊളി നല്ല ഭംഗിയുള്ളൊരു തടാകം ഉണ്ട് കേട്ടോ, 2 മലകൾക്ക് നടുവിലായിട്ട്. അത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നേ. പിന്നെ അതിലേക്ക് ഇങ്ങനെ ചുരങ്ങൾ കയറി വരുന്ന വണ്ടികളും എല്ലാം കണ്ടു നിൽക്കാൻ പറ്റിയൊരു നല്ലൊരു സ്പോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇറങ്ങി നാദുലയിൽ നിന്ന് താഴെ എത്തിയിട്ടാ. ഇതൊരു ഓർക്കിഡിൻ്റെ ഒരു ഫെസ്റ്റാണ്. ഇതിവിടെ പെർമനൻ്റ് ആയിട്ടുള്ളതാണ്. ഇത് ഇന്നലെയാണ് സിക്കിം ഗവൺമെൻറ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് കാണാനായിട്ട് ഭാഗ്യമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് തുടങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമുക്കിത് കാണാനും പറ്റി. അപ്പോൾ ഓർക്കിഡാണ് ഇവിടുത്തെ നാഷണൽ ഫ്ലവർ. അതുകൊണ്ട് തന്നെ ഇത് ഓർക്കിഡിൻ്റെ മനോഹരമായിട്ടുള്ളൊരു ഒരുപാട് കളക്ഷൻസ് ഉള്ളൊരു അടിപൊളി സ്ഥലമായിരുന്നേ. ഇവിടെ ഒരുപാട് ഓർക്കിഡിനെ കുറിച്ച് സ്റ്റഡീസും കാര്യങ്ങളും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഓർക്കിഡ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് ഓർക്കിഡ്സിനെ കുറിച്ച് പഠിക്കാനുണ്ട് നമുക്ക്. അങ്ങനെ നമ്മൾ ഓർക്കിഡിൻ്റെ മായ പ്രപഞ്ചത്തിൽ ചെന്നെത്തി. താഴെ മുകളിലും സൈഡിലും അടിയിലും ഒക്കെ ഓർക്കിഡാണ്. Welcome to the orchid world. So only the beauty is that only orchids we find. Varieties of orchids. Varieties of orchids. Amazing. Isn't it? Yeah. We are in a new world. This the state of greenery. The only state with so many varieties of flowers. Sikkim, the land of nature. എന്നാൽ സിക്കിമിനോട് യാത്ര പറയാൻ സമയമായിട്ടാണ്. അപ്പോൾ ഒരുപാട് നല്ല മനുഷ്യരും നല്ല നാടും നല്ല സ്നേഹവും ഒക്കെ ആയിട്ട് നല്ല മെമ്മറീസാണ് സിക്കിമിനോട്. അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ച് വെസ്റ്റ് ബംഗാളിലേക്ക് പോവുകയാണ്. അപ്പോൾ അവരെന്നോട് യാത്ര പറഞ്ഞ് അവർ സിക്കിമിൽ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കിനി പുതിയ സ്ഥലമായിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവരും കൂടെയൊക്കെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ബൈ.